സെക്കൻഡ് പേജ് അതാണ്, കുറച്ച് എക്സാമ്പിൾസ് ആണ്. അതിനകത്ത് ക്ലിനിക്കലി കുറേ കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഇന്ന് നമ്മൾ ക്ലിനിക്കൽ ഡിസ്കഷനോട്ട് പോകുന്നില്ലെങ്കിൽ ഹൗ ആൻഡ് ആൻറ്റിസിപ്പേറ്റഡ് പ്രിസ്ക്രിപ്ഷൻ ക്യാൻ ബി ഗിവൺ. നമ്മളൊരു ടാബ്ലറ്റ് കഴിക്കുന്ന സ്ഥലത്താണെങ്കിൽ നമുക്ക് എല്ലാ ഇഞ്ചക്ഷൻ ആണോന്നില്ല. ദർ ആർ നേസൽ സ്പ്രേസ്, സിറപ്സ് ദാറ്റ് ആർ അവൈലബിൾ. അപ്പോൾ ടാബ്ലറ്റ്സ് സബ്ലിങ്ങിലായിട്ട് കൊടുക്കാം, പെറക്ടലായിട്ട് കൊടുക്കാം. അപ്പോൾ എങ്ങനെയാണ് നമ്മൾക്ക് അതിൻ്റെ ഒരു എക്സാമ്പിൾസ് മാത്രമാണ് ഹൗ സച്ച് ആൻറ്റിസിപ്പേറ്റഡ് പ്രിസ്ക്രിപ്ഷൻസ് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് ആൻഡ് ഗിവൺ. നമ്മൾ അതിൻ്റെ ടോപ്പിക്കിലോട്ടും എങ്ങനെയാണ് സബ്ക്യൂട്ടേനിയസ് എന്നുള്ളത് ഒരു ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞിട്ട് പോവാം. അടുത്ത എൻ്റെ ചോദ്യം പരിഗണിക്കാനൊരിതാണ്. സോ IAPC സെക്രട്ടറി എന്നുള്ള തലത്തിലും മലപ്പുറം നമുക്കെല്ലാവർക്കും അറിയാം, മലപ്പുറം മോഡൽ എന്ന് വരെ വിളിക്കപ്പെടുന്ന ഒരു മലപ്പുറം നിന്ന് വരുമ്പോഴത്തേക്കും ആ ഒരു നാട്ടിൽ ഈ ഒരു കെയർ നാട്ടുകാർക്ക് കൂടുതൽ എംപവർ ചെയ്ത് ഏറ്റവും കൂടുതൽ ഒരു ലോകത്തിന് തന്നെ മാതൃകയായിട്ടുള്ള സ്ഥലത്ത് വരുമ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ അവിടുത്തെ അവസ്ഥ കാണുന്നതും എങ്ങനെയാണ് ഇതെല്ലായിടത്തും നമുക്ക് എത്തിക്കാൻ പറ്റുന്നത്? കാരണം നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, കുറേ നാളായി നമ്മൾ മലപ്പുറം കോഴിക്കോട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മലപ്പുറം കോഴിക്കോട് മാത്രം പറഞ്ഞാൽ പോലെ കേരളം എല്ലായിടത്തും വേണം, ഇന്ത്യ എല്ലായിടത്തും വേണം, ലോകത്ത് എല്ലാവർക്കും ഈ കെയർ എത്തിക്കണം. അപ്പോൾ അതെങ്ങനെയാണ് കാണുന്നത് മുന്നോട്ട്? നമസ്കാരം. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇൻറ്റൻസീവ് കെയർ കിട്ടണം എന്ന ലക്ഷ്യത്തിലാണ് നമ്മൾ ഹോം കെയർ തന്നെ സ്റ്റാർട്ട് ചെയ്തത്. പലപ്പോഴും OP ആയിരുന്നല്ലോ ആദ്യഘട്ടത്തിൽ നമ്മൾ OP യിലായിരുന്നു ഫോക്കസ് ചെയ്തത്. അപ്പോൾ രോഗിയുടെ ബുദ്ധിമുട്ട് കൂടുന്നതിനനുസരിച്ച് OP യിൽ പ്രോക്സി എണ്ണം കൂടുകയാണ് ചെയ്തത്. രോഗിക്ക് നടന്നു വരാൻ പറ്റുമെങ്കിൽ രോഗി വരും OP യിൽ. പാലിയേറ്റീവ് കെയർ OP യുടെ കാര്യമാണ് പറയുന്നത്. രോഗിക്ക് ബുദ്ധിമുട്ട് കൂടുമ്പോൾ രോഗിയുടെ ഏറ്റവും ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ബൈസ്റ്റാൻഡർ രോഗിയെ അവിടെ നിർത്തി OP യിലേക്ക് വന്ന് പ്രോക്സി റിപ്പോർട്ടിംഗ് ആയിരുന്നു ഉണ്ടായിരുന്നത്. രോഗിക്ക് ബുദ്ധിമുട്ട് കൂടുന്നതിനനുസരിച്ച് പ്രോക്സിയും രോഗിയും തമ്മിലുള്ള അകലം കൂടും. എൻഡ് ഓഫ് ലൈഫ് കെയറിൽ മരണാസന്ന അവസ്ഥയിലെത്തുമ്പോൾ അടുത്ത ബന്ധുവിന്, ഇപ്പോൾ ഞാനാണ് കിടക്കുന്നതെങ്കിൽ എൻ്റെ ഭാര്യയ്ക്ക് വരാൻ പറ്റില്ല. കാരണം ഞാനിങ്ങനെ ഈ അവസ്ഥയിൽ കിടക്കുമ്പോൾ എൻ്റെ ഭാര്യ എൻ്റെ അടുത്ത് പോകണം. അപ്പോൾ എൻ്റെ ബ്രദറിനെ, വേറൊരു വീട്ടിലേക്ക് മാറി താമസിച്ച ഒരു ബ്രദറിനെ പറഞ്ഞു വിടുകയാണ്. ആ ബ്രദറിന് എൻ്റെ യഥാർത്ഥ അവസ്ഥ ഡോക്ടറുടെ മുന്നിൽ അവതരിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിന് ബദലായിട്ടാണ് നമ്മുടെ ഹോം കെയർ ഉണ്ട്. അതിൽ തന്നെ ഇപ്പോൾ നമുക്കറിയാം, ഡോക്ടേഴ്സിന് നമുക്കറിയാം, റൈസ് ട്യൂബ് പണ്ട് നമ്മുടെ തിയേറ്ററിനുള്ളിൽ ഡീൽ ചെയ്തൊരു സാധനമായിരുന്നു. അസൈറ്റിസ് സ്റ്റാറ്റിംഗ് തിയേറ്ററിനുള്ളിൽ ഡീൽ ചെയ്യുന്ന സാധനമായിരുന്നു. ഈ സാധനമാണ് ഇന്ന് കമ്മ്യൂണിറ്റി നഴ്സ് ഫീൽഡിൽ പോയി നേരത്തെ പറഞ്ഞ ഈ ഇൻറ്റൻസീവ് കെയർ കൊടുക്കാൻ പ്രാപ്തരായത്. ഈ അറിവ് എക്സ്ചേഞ്ച് ചെയ്യപ്പെട്ടു. പക്ഷേ എൻ്റെ ഒരു ചോദ്യം ഇതാണ്, നമ്മുടെ കമ്മ്യൂണിറ്റി നഴ്സ് അവർക്ക് കിട്ടിയ അറിവ് മറ്റൊരു തരത്തിലേക്ക് എക്സ്ചേഞ്ച് ചെയ്യപ്പെട്ടോ? ഉദാഹരണം, ഹെഡ് ടു ഫുട്ട് കെയർ. ഹെഡ് ടു ഫുട്ട് കെയർ ഒരു ബെഡ് റിഡൻ പേഷ്യൻറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കെയറാണ്. അത് പഠിപ്പിച്ചു കൊടുത്തു. അത് പഠിപ്പിച്ച് ആരെ പഠിപ്പിക്കേണ്ടത്? ബൈസ്റ്റാൻഡറെ പഠിപ്പിക്കണം, ഏറ്റവും അടുത്ത കുടുംബാംഗങ്ങളെ പഠിപ്പിക്കണം. ആ പഠിപ്പിച്ചു കൊടുക്കുന്ന ഫാമിലി ട്രെയിനിങ് എന്ന് പറയുന്ന കാര്യത്തിൽ നമ്മൾ ഇൻറ്റൻസീവ് കെയറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഫാമിലി ട്രെയിനിങ് എന്ന് വിചാരിക്കുന്നത്. ഇനി ഇപ്പോൾ നമ്മുടെ ആശമാർ കുറച്ച് മുമ്പ് നടത്തിയ ഒരു ശൈലി ആപ്പിലെ വിവര ശേഖരണത്തിൽ നിന്ന് ഒരു വാർഡിൽ 10 മുതൽ 14 വരെയൊക്കെ 14 പേരെങ്കിലും ബെഡ് റിഡൻ, കംപ്ലീറ്റ് ബെഡ് റിഡൻ ആയിട്ടുള്ള 14 പേരുണ്ട് എന്നാണ് നമ്മൾ പറയുന്നത്. 10 വാർഡ് വെച്ച ഒരു ഗ്രാമപഞ്ചായത്തിൻ്റെതാണ്, കോർപ്പറേഷനോ മുനിസിപ്പാലിറ്റിയോ അല്ല, അത് വീണ്ടും വ്യത്യാസമുണ്ടാവും. ഞാനൊരു ഗ്രാമപഞ്ചായത്തിൻ്റെ കണക്കാക്കുന്നു. 10 വാർഡ് വെച്ചാൽ 140 ബെഡ് റിഡൻ പേഷ്യൻ്റ് ആ 10 വാർഡിനുള്ളിലുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കും, നമ്മുടെ കമ്മ്യൂണിറ്റി ബേസ്ഡ് പാലിയേറ്റീവ് കെയറിനെ വർക്ക് ചെയ്യുന്നവരും ഗവൺമെൻറ് ലെവലിൽ വർക്ക് ചെയ്യുന്നവരൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക. 140 പേർക്ക് ഈ ഇൻറ്റൻസീവ് കെയർ കൊടുക്കാൻ നമ്മളുടെ ഈ ഒരു കെയർ പ്ലാൻ എന്ന് പറയുന്ന ഒരു സാധനത്തിലേക്ക് നമ്മൾ പോയിട്ടുണ്ടോ എന്ന് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോഴും നമ്മൾ ചാരിറ്റി എന്നതിൽ നിന്ന്
പാലിയേറ്റീവ് കെയർ എന്ന് പറയുന്നത് മറികടന്നിട്ടില്ല എന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതിൽ നിന്ന് ഈ പറയുന്ന ഡീസൻറ്റ് കെയർ, ഡീസൻറ്റ് ഡെത്ത്, ഡീസൻറ്റ് ലൈഫ്, ക്വാളിറ്റി ഓഫ് ലൈഫ്, ഇതെല്ലാം ബേസിക്കലി ഉറപ്പുവരുത്താൻ നമുക്ക് കൃത്യമായ പ്ലാൻ ഉണ്ടാകും. ഇപ്പോൾ അതിൽ ഞാനൊരു മലപ്പുറം എക്സ്പീരിയൻസിൽ പറയുന്നത്, 1-2 സ്ഥലത്ത് ഒരു 14 വാർഡുള്ള ഒരു പഞ്ചായത്തിൽ ഇന്ന് പ്രവർത്തിക്കുന്നത് 4 വാർഡിന് ഒരു പാലിയേറ്റീവ് കെയർ, ആഴ്ചയിൽ 7 ദിവസവും ഹോം കെയർ ഉള്ള 2 യൂണിറ്റുകളുള്ള ഹോം കെയർ യൂണിറ്റുകളുള്ള ഒരു പഞ്ചായത്തിൽ 3 ക്ലിനിക്ക്. ഇവിടെ നമ്മുടെ നേരത്തെ പറഞ്ഞ ഈ കെയർ കൺസെപ്റ്റ് ക്ലാരിറ്റി വരണം. ഫാമിലി ട്രെയിനിങ്ങിനെ കുറിച്ച് വേണം. ഇപ്പോൾ നമ്മൾ പറയുന്നു, ഇപ്പോഴത്തെ പുതിയ കാര്യം, സീരിയസ് ഹെൽത്ത് റിലേറ്റഡ് സഫറിങ്ങോ ലൈഫ് ത്രെട്ടനിങ് ഇൽനെസ്സോ വന്ന ഒരാൾക്ക് ആ വിവരം കിട്ടുമ്പോൾ തന്നെ ഈ കെയർ കിട്ടണം, ഇൻറ്റൻസീവ് കെയർ കിട്ടണം. ആ ട്രീറ്റ്മെൻറ്റ് തുടങ്ങുമ്പോൾ തന്നെ ഇൻറ്റൻസീവ് കെയർ കിട്ടണം, രോഗിക്ക് മാത്രമല്ല ദയർ ഫാമിലി. ആ കെയർ കൊടുക്കേണ്ട ഹോസ്പിറ്റലുകളെ സജ്ജമാക്കണം. അതോടൊപ്പം തന്നെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ബെഡ് ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് മാറി എന്ന ഫീലിംഗ് ഉണ്ടാവും. ഇപ്പോൾ കേരളത്തിലെ ബെഡ് റിഡൻ പേഷ്യൻസിനെ അഡ്മിറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇന്ന് കേരളത്തിലെ എല്ലാ ആശുപത്രി ഉപയോഗിച്ചാലും ഇല്ല. ഈ പേഷ്യന്റിനെ മാത്രം അഡ്മിറ്റ് ചെയ്താൽ പോലും കേരളത്തിലെ ഹോസ്പിറ്റലുകളിൽ ഇന്ന് കേരളത്തിൽ നിലവിലുള്ള ഹോസ്പിറ്റലുകളിൽ പ്രവേശിപ്പിക്കാൻ പറ്റുന്ന നമ്പർ അല്ല ബെഡ് റിഡൻ പേഷ്യന്റിൻ്റെത്. അതുകൊണ്ട് വീടുകൾക്ക് തന്നെയാണ് പരിഹാരമുള്ളത്. ആ വീട്ടിൽ ഇൻറ്റൻസീവ് കെയർ കിട്ടണമെങ്കിൽ നമുക്ക് ഒരു പ്ലാൻ ഉണ്ടാവണം. അപ്പോൾ അതിനെ അവിടെ ചെയ്ത ഒരു പണി, ഇപ്പോൾ 24 ഹവറിലേക്ക് ഈ സിസ്റ്റം എത്തിക്കുക എന്ന് പറയുന്നത് ഹെവി ടാസ്ക്കാണ്. പകലെന്നെ പണിയെടുക്കാൻ ഡോക്ടേഴ്സിനും നഴ്സസിനും കിട്ടുന്നില്ല. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഈ വിവരങ്ങൾ, ഇപ്പോൾ ഹെഡ് ടു ഫുട്ട് കെയർ, ഈവൺ ഒരു നട്ടപ്പാതിരക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ട് വന്നാൽ വിളിക്കാൻ ഒരാളുണ്ടാവുകയും ആ വിളിച്ചാൽ അവിടെ ഓടിയെത്താൻ ഒരാളുണ്ടാവുകയും അവിടെ ആ കാര്യങ്ങളെ നിരീക്ഷിച്ച് ഈ പരിചരിക്കുന്ന ഡോക്ടറെയോ നഴ്സിനെയോ കോണ്ടാക്ട് ചെയ്ത് ഇദ്ദേഹത്തിന് കെയർ ഉറപ്പുവരുത്തുകയും ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ടാക്കിയെടുക്കണം. അതിന് ഏറ്റവും പ്രധാനമായത് എനിക്ക് തോന്നുന്നത് നമ്മുടെ കൺസെപ്റ്റിൽ അടിമുടി മാറ്റം വരുത്തുകയും നമ്മുടെ ട്രെയിനിങ്ങിൽ അടിമുടി മാറ്റം വരുത്തുകയും നമ്മൾ നമ്മളെ തന്നെ നിരന്തരമായി നവീകരിക്കുകയും അനാലിസിസ് ചെയ്യുകയും റിസർച്ച് ചെയ്യുകയും അതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങളിൽ ഒറ്റ കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം, ചെയ്യണം എന്നുള്ളതാണ്. ഒറ്റ കാര്യം കൂടി അല്ല, ഇപ്പോൾ ഫിസിക്കൽ കെയറിൻ്റെ കാര്യത്തിൽ ഫിസിക്കൽ കെയർ മാത്രം പോരല്ലോ. നേരത്തെ അതുൽജി പറഞ്ഞതുപോലെ മെൻ്റൽ, ഇമോഷണൽ, സോഷ്യൽ, സ്പിരിച്വൽ കാര്യങ്ങളിലും ഇതുപോലെ കെയർ ഇവർക്ക് സിസ്റ്റമാറ്റിക്കായി ശാസ്ത്രീയമായിട്ട് ഇൻറ്റൻസീവായിട്ട് കൊടുക്കുന്നു എന്ന് ഉറപ്പുവരുത്താനുള്ള മെക്കാനിസം രൂപപ്പെടുത്താൻ വളരെ ഗൗരവത്തിൽ ഫാമിലി ട്രെയിനിങ്, അതുപോലെ തന്നെ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു 60 days മലപ്പുറത്ത് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അതിൻ്റെ ഒരു വേറെ വേർഷനാണ് നമ്മൾ 6 month കോഴ്സ്, ഇപ്പോൾ ഒരു 1 month കോഴ്സ് കുടുംബശ്രീയുമായിട്ട് ചെയ്യാൻ പോകുന്നതൊക്കെ. അപ്പോൾ ഇത് എല്ലാ ക്ലിനിക്കുകളും എല്ലാ പാലിയേറ്റീവ് കെയർ യൂണിറ്റുകളും ബേസിക്കലി മാറേണ്ടത് ട്രെയിനിങ് സെൻറ്റർ എന്നുള്ള ഇടക്കാണ്. അതൊരു പേഷ്യൻറ്റിന് ട്രെയിനിങ് കൊടുക്കണം, ഫാമിലിക്ക് ട്രെയിനിങ് കൊടുക്കണം, ബൈസ്റ്റാൻഡേഴ്സിന് പ്രോപ്പർ ട്രെയിനിങ് കൊടുക്കണം. അതുപോലെ തന്നെ 1-2 ദിവസം ഒരു സ്ഥലത്ത് താമസിപ്പിച്ച് ചെയ്ത് കാണിച്ചു കൊടുത്തുകൊണ്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ടാകും. ഇതിലേക്ക് പാലിയേറ്റീവ് കെയർ സംവിധാനം മാറണമെന്നാണ് തോന്നുന്നത്. താങ്ക് യു. സോ വളരെ ക്ലിയറാണ്. നമ്മൾ കെയർ കൊടുത്താൽ മാത്രം പോരാ, നമ്മൾ ഓരോ കെയർ കൊടുക്കുമ്പോഴും കെയർ കൊടുക്കുന്നതിൻ്റെ 10 ഇരട്ടി സമയമെടുത്തിട്ടായാലും ട്രെയിനിങ്ങിലോട്ട് മാറണം. ഇപ്പം ഈ ഒരു രീതിയിൽ എനിക്ക് ഡോക്ടർ വിജയൻ്റെ ലാസ്റ്റ് ഒരു ചോദ്യം കൺക്ലൂഡ് ചെയ്യുന്നതിനെക്കാട്ടും ഉള്ളത്, especially sir, you have worked in multiple areas, NGO, CBO, private,
ഈ ഒരു എല്ലായിടത്തും പോകുമ്പോൾ നമ്മൾ ആസ് ഡോക്ടേഴ്സ്, കാരണം നമുക്ക് കമ്മ്യൂണിറ്റി ട്രെയിനിങ് എല്ലാം നമ്മളിപ്പോൾ ഇന്ന് ഡോക്ടേഴ്സ് ഫോറത്തിലിരിക്കുമ്പോൾ നേരത്തെ പറഞ്ഞൊരു ആസ്പെക്ട് ഉണ്ട്. നമുക്കിപ്പോൾ ഉള്ള ട്രെയിനിങ് 10 days ട്രെയിനിങ് ആൻഡ് 45 days ട്രെയിനിങ് ഇൻ പാലിയേറ്റീവ് കെയർ ആണ് ഇപ്പോൾ ഉള്ളത്. ആൻഡ് ആ ട്രെയിനിങ് മോസ്റ്റ്ലി ഇപ്പോഴും ഒരു തിയറി ഓറിയൻറ്റഡ് ആയിട്ടാണ് പോകുന്നത്. സോ ആ ഒരു ഇതിൽ എന്തൊക്കെ മാറ്റങ്ങൾ അടിസ്ഥാനമായിട്ട് കൊണ്ടുവന്നാലായിരിക്കും ചിലപ്പോൾ നമുക്കിത് ഈ ഒരു രീതിയിലോട്ടൊരു ട്രെയിനിങ് മെൻറ്റാലിറ്റി വെൻ വി ഗിവ് കെയർ ഹൗ ടു ഗിവ് ട്രെയിനിങ് എന്നുള്ളതും. കാരണം പലപ്പോഴും സമയം അതിന് എപ്പോഴൊരു എന്താ, നമ്മളൊരു പേഷ്യൻറ്റിനെ കാണുമ്പോൾ ഇഞ്ചക്ഷൻ കൊടുക്കാൻ 10 മിനിറ്റ് മതി, വീട്ടുകാരെ പഠിപ്പിച്ചത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ 3/4 മണിക്കൂർ വേണം. അപ്പോൾ അതൊരു ടൈം അതിൻ്റെ അത് വളരെ ഫാക്ടറാണ്. അതായത് നമ്മൾ ട്രെയിനിങ് കൊടുക്കണോ, നഴ്സസ് കൊടുക്കണോ, അല്ലെങ്കിൽ നമ്മളൊരു പാരാമെഡിക്കിന് കൊടുക്കണം, എന്തായിരിക്കും അതിൻ്റെ അകത്തൊരു സൊല്യൂഷൻ ചിന്തിക്കാൻ പറ്റുന്നത്? ഞാൻ ട്രെയിനിങ്ങിനെ പറ്റി പറയാം. എന്നാലും ഞാൻ രാജഗിരി റെപ്രസെൻറ്റ് ചെയ്ത് വന്നിരിക്കുമ്പോൾ രാജഗിരിയിലുള്ള സേവനങ്ങളെ പറ്റി ഒരു ചെറിയൊരു ഇൻഫർമേഷൻ തരാൻ ഉദ്ദേശിക്കുന്നു. നമ്മുടെ പാലിയേറ്റീവ് ഹോം കെയർ ഫ്രീ ആണ് രാജഗിരി ഹോസ്പിറ്റലിൽ 15 കിലോമീറ്റർ റേഡിയസ്. അതിൽ നമ്മൾ സിക്കായിട്ടുള്ള പേഷ്യൻസിനെ വൺസ് എ വീക്ക് കാണും. വളരെ സിക്കായ പേഷ്യൻ്റ് ആണെങ്കിൽ ഈവൻ മോർ ഫ്രീക്വൻ്റ്ലി ട്വൈസ് എ വീക്ക്. ചില പെർട്ടിക്കുലർ കേസിൽ 3 times എ വീക്കും കണ്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെയാണെങ്കിലും നമ്മുടെ ഡോക്ടർ ജോസ് ബാബു പറഞ്ഞ പോലെ ചിലപ്പോൾ നമുക്ക് ഡെയിലി കാണേണ്ട ആവശ്യങ്ങളും ഉണ്ടാവും. ആ ഒരു പോരായ്മ നമ്മുടെ പാലിയേറ്റീവ് ഹോം കെയറിന് തികയാൻ പറ്റാത്തതുകൊണ്ട് ഇപ്പോൾ അടുത്ത കാലത്ത് കഴിഞ്ഞ മാസം ഇനോഗ്രേറ്റ് ചെയ്താണ് രാജഗിരി അറ്റ് ഹോം. അത് പെയ്ഡ് സർവീസാണ്, പക്ഷെ അത് ഓൺ കോൾ സർവീസാണ്. ഇപ്പോൾ നിലവിൽ രാവിലെ 8 മണി തൊട്ട് രാത്രി 8 മണി വരെ ഇതുണ്ട്. അപ്പോൾ വേണമെങ്കിൽ ദിവസവും വന്ന് പേഷ്യൻറ്റിനെ കാണാനുള്ള ഒരു സൗകര്യമുണ്ട്. അതുകൂടാതെ ടെലിമെഡിസിൻ ഫെസിലിറ്റി അവൈലബിൾ ആണ്. അതുകൂടാതെ രാജഗിരി പാലിയേറ്റീവ് കെയറിന് ഡെഡിക്കേറ്റഡ് നമ്പറിലും അവ പേഷ്യൻസിൻ്റെ ഫാമിലി മെമ്പേഴ്സ് വിളിക്കാറുണ്ട്. പിന്നെ നമ്മുടെ ഹോം കെയറിൽ നമ്മുടെ ചില സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സിൻ്റെ കൺസൾട്ടേഷനും നമ്മൾ ഫ്രീ ആയിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കാറുണ്ട് ത്രൂ രാജഗിരി കോൺടാക്ട് നമ്പർ, പാലിയേറ്റീവ് കോൺടാക്ട് നമ്പർ. ട്രെയിനിങ്ങിൻ്റെ കാര്യത്തിലേക്ക് വരാം. നമ്മൾ ഈ കഴിഞ്ഞ ഏതാണ്ട് ഒരു ഇപ്പോൾ 8-7 വർഷമായിട്ട് കോവിഡ് സമയത്ത് ഇടയ്ക്ക് നിന്ന് പോയി നമ്മൾ വളരെ റെഗുലറായിട്ട് കമ്മ്യൂണിറ്റി ബേസ്ഡ് ട്രെയിനിങ് പ്രോഗ്രാം 2 മണിക്കൂറിൻ്റെ ട്രെയിനിങ് പ്രോഗ്രാം നടത്താറുണ്ട്. അതിൽ തിയറി ഇല്ല, പ്യുവർലി പ്രാക്ടിക്കലായിട്ട് വീട്ടുകാർക്ക് അല്ലെങ്കിൽ നാട്ടുകാർക്ക് ഇങ്ങനെ കിടപ്പായ രോഗികളെ എങ്ങനെ പരിചരിക്കണം, ഒരാൾക്ക് എങ്ങനെ ബെഡ്ഷീറ്റ് മാറ്റാം, ട്യൂബ് ഇടാൻ പഠിപ്പിക്കില്ല, ട്യൂബ് ഊരാൻ പഠിപ്പിക്കും. അങ്ങനെ വീഴാൻ സാധ്യതയുണ്ടെങ്കിൽ ഫാൾ റിസ്ക് എങ്ങനെ അസസ് ചെയ്യാം, അതിന് എന്തൊക്കെ പ്രിവെൻറ്റീവ് സ്ട്രാറ്റജി ചെയ്യുന്നുണ്ട്. ഇത് നമ്മുടെ PMRലെ ആരെങ്കിലും വന്ന് ക്ലാസ് എടുക്കും. ന്യൂട്രീഷനെ പറ്റി ക്ലാസ് എടുക്കും. അങ്ങനെ പല പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആയിട്ട് ഒരു ക്യാപ്സൂൾ 2 മണിക്കൂറിൻ്റെ ട്രെയിനിങ് പ്രോഗ്രാം നമ്മൾ റെഗുലറായിട്ട് ചെയ്യുന്നുണ്ട്, ഇപ്പോഴും ചെയ്തോണ്ട്. സോ ഇതിൻ്റെ അകത്ത് നമുക്ക് അടുത്ത സെഷനിലോട്ട് പോകാനുള്ള സമയം ഞാൻ ഇതൊരു ഫുൾ ഡേ വർക്ക്ഷോപ്പ് തന്നെ ഇതിനു വേണ്ടി മാത്രം എങ്ങനെയാണ് പ്രാക്ടിക്കലി ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളൊരു വർക്ക്ഷോപ്പ് വേണ്ടതാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് എനിക്ക് എക്സാമ്പിളായിട്ട് ഇത് കഴിയുമ്പോൾ അടുത്ത സെഷൻ കൂടി കഴിയുമ്പോൾ നമുക്ക് ഇവിടെ മൾട്ടിപ്പിൾ എക്സാമ്പിൾസ് വെച്ചിട്ടുണ്ട്. സോ ആരെങ്കിലും ബട്ടർഫ്ലൈ നീഡിൽ കണ്ടിട്ടില്ലെങ്കിൽ ഇതാണ് നമ്മുടെ ഒരു ബേസിക് ബട്ടർഫ്ലൈ നീഡിലും. ഇതൊരു പണ്ട് ബാക്സ്ട്രാ എന്ന കമ്പനി തന്നുകൊണ്ടിരുന്നു, ഇപ്പോൾ 2-3 കമ്പനികൾ ഇറക്കി തുടങ്ങിയിട്ടുണ്ട്. വേറെ ഇൻഫ്യൂഷൻസ് കൊടുക്കുമ്പോൾ നമുക്ക് പലപ്പോഴും വീട്ടിലെ പേടി റേറ്റ് കൺട്രോൾ ചെയ്യുന്നത് എങ്ങനെയാണ് കറക്റ്റായിട്ട് കൊടുക്കാൻ പറ്റുന്നത്. ഇറ്റ്സ് കോൾഡ് ആൻ എലാസ്റ്റോമെറിക് പമ്പ്. എലാസ്റ്റോമെറിക് പമ്പ് നമ്മൾ ഏകദേശം ഒരു 10-12 വർഷമായിട്ടാണ് ഞാനിത് കാണാൻ തുടങ്ങിയത്. ഇതിൻ്റെ അകത്തൊരു പാലുകുപ്പി പോലെ ഇരിക്കും. ഇതിൻ്റെ അകത്ത് ഒരു എലാസ്റ്റോമെറിക് റബ്ബർ ബാൻഡേജ് ഉണ്ട്, ബാഗ് ഉണ്ട്. അതിൻ്റെ അകത്തോട്ട് നമ്മൾ പമ്പ് ഫില്ല് ചെയ്താൽ ഇത്ര ml/h. നമുക്കറിയാം സിറിഞ്ച് ഡ്രൈവറാണ് നമ്മൾ പലപ്പോഴും ICUവിൽ ചെല്ലുമ്പോൾ കൺട്രോൾഡായിട്ട് മെഡിസിൻ കൊടുക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈവൺ ഇൻറ്റൻസീവ് ആയിട്ടുള്ള മെഡിസിൻസ് ലൈക്ക് മോർഫിൻ, വിഡാസോളം സേഫായിട്ട് വീട്ടിൽ കൊടുക്കണമെങ്കിൽ നമുക്ക് 100 ml NSലും കൊടുക്കാം. ഇല്ല, നമുക്ക് സേഫായിട്ട് കറക്റ്റായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കൺട്രോളബിളും സയൻറ്റിഫിക് ആയിട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിന് നമ്മൾ പാലിയേറ്റീവ് കെയറിൽ പണ്ടുണ്ടായിരുന്ന ചിലവ് കുറച്ച് എങ്ങനെ ചെയ്യാന്നുള്ളതാണ്. സോ നമ്മളിപ്പോൾ ഈ പറഞ്ഞ മാറ്റത്തിൻ്റെ കൂടെ സജസ്റ്റ് ചെയ്യുന്നൊരു മാറ്റം കോസ്റ്റ് എഫക്റ്റീവ് എങ്ങനെയാണ്, കോസ്റ്റ് കുറക്കാന്നുള്ളതല്ല, കോസ്റ്റ് എഫക്റ്റീവ് എങ്ങനെ ആകാം. സോ ഇങ്ങനത്തെ ഒരു ഇൻഫ്യൂഷൻ പമ്പ് കൊടുത്തില്ലെങ്കിൽ ICU ചെന്നൊരു സിറിഞ്ച് ഡ്രൈവറിൽ കൂടി ഇൻഫ്യൂഷൻ പമ്പ് കിട്ടുമെന്നുണ്ടെങ്കിൽ ഒരു ദിവസം 25,000 കൊടുക്കണം. അപ്പോൾ ഇതിനൊരു 2,500 കൊടുത്താൽ ആ 25,000 10% ആകുള്ളൂ. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾക്ക് പല ടെക്നോളജികൾ, ഇത് വൺ ഓഫ് ദ ടെക്നോളജി മാത്രമാണ് ഓഫ് ഡെലിവറിങ് മെഡിസിൻ. നമുക്ക് നേസൽ സ്പ്രേ ഉണ്ട്, മെഡാസോളിൻ്റെ നേസൽ സ്പ്രേ 450-500 രൂപ വരും. 450-500 രൂപയ്ക്ക് എങ്ങനെ ഒരു മരുന്ന് മേടിക്കും എന്ന് ചിന്തിക്കാം.
ഇല്ലെങ്കിൽ ആ സമയത്ത് പേഷ്യന്റിനെ സെഡേറ്റ് ചെയ്യാൻ പറ്റാണ്ട് ICU വിളിച്ച് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ 10,000 രൂപ ചിലവാക്കാം. സോ ഈ രീതിയിൽ പല കാര്യങ്ങളും മുന്നോട്ട് വരുന്നുണ്ട്. ഇന്നത്തെ ഒരു സെഷൻ നമ്മൾ എല്ലാം 1 മണിക്കൂർ വെച്ച് വെച്ചിരുന്നെങ്കിലും എല്ലാ 1 മണിക്കൂറിൻ്റെ സെഷനും ഒരു ദിവസം എടുക്കേണ്ട സെഷൻ്റെ അത്രേ നീണ്ട സെഷനാണെന്ന് ക്ലിയർ ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സെഷൻ ഞാൻ ഇതിൻ്റെ അത് കൂടുതൽ നീട്ടിക്കൊണ്ട് പോകുന്നില്ല. പക്ഷെ എല്ലാവരും ഇതിനെക്കുറിച്ച് കൂടുതൽ അവെയർ ആകുകയും നമ്മൾക്ക് ഓൾറെഡി ഇപ്പോഴത്തെ അവസ്ഥയിൽ കേരളത്തിലെ ഗുണം നമുക്കൊരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്. നമ്മളെല്ലാവരും ഇൻട്രാക്ട് ചെയ്യുന്ന ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ആരെങ്കിലും ആ വാട്സാപ്പ് ഗ്രൂപ്പിൽ എൻറ്റേർഡ് അല്ലെങ്കിൽ ഇന്ന് രജിസ്ട്രേഷൻ നമ്പറിലൊന്ന് പേരും ഫോൺ നമ്പറും കൊടുത്താൽ ആ വാട്സാപ്പ് ഗ്രൂപ്പിലോട്ട് എൻ്റർ ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ഒരു രീതിയിലുള്ള ഒരു ക്ലിനിക്കൽ ഡിസ്കഷൻ നമുക്ക് ഇത് കഴിയുമ്പോഴത്തേക്ക് ഞാൻ നേരത്തെ ഞാൻ കൈ പിടിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ എല്ലാവർക്കും ഒന്ന് കാണാം എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് കാര്യങ്ങൾ. സോ ഈ ഒരു ഡിസ്കഷൻ നമ്മൾ ഇനി മുന്നോട്ട് കൊണ്ടുപോയി ആ ഡിസ്കഷനിൽ ഓണർഷിപ്പും അതാണ് നേരത്തെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഓണർഷിപ്പ് എന്ന് പറയുന്നത്. നമ്മൾ 1-2 പേര് മാത്രം അതിനെക്കുറിച്ച് ചിന്തിച്ച കാര്യം നടക്കില്ല. എല്ലാവരും ഒരുമിച്ച് ചിന്തിക്കാനും പല വ്യൂസ് ആൻഡ് വ്യൂ പോയിന്റ്സും പല സയന്റിഫിക് ഇൻഫർമേഷനും ഇതിനകത്തോട്ട് ആവശ്യമുണ്ട്. സോ അടുത്തൊരു സെഷൻ നമ്മൾ കൂടുതൽ ഇനി എങ്ങനെ മുന്നോട്ട് പോകണം ആസ് എ ഹോൾ എന്നുള്ള രീതിയിലാകുമ്പോഴത്തേക്കും ആസ് ക്ലിനീഷ്യൻസ് ഹൗ വി ക്യാൻ ബി ഫ്രം എ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഒരു ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻ ബേസ്ഡ് ഹെൽത്ത് കെയർ പ്രൊഫഷനിൽ നിന്ന് മാറി കമ്മ്യൂണിറ്റി ബേസ്ഡ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽ എങ്ങനെ ആകാൻ പറ്റും, എങ്ങനെ നമ്മൾ ഓരോ പേഷ്യൻറ്റിനെ കാണുമ്പോൾ ആ പേഷ്യൻറ്റിനെ നോക്കുന്ന വീട്ടുകാരും ഇനി അങ്ങോട്ട് കാണാൻ പോകുന്ന എല്ലാവരും ട്രെയിൻ ചെയ്തുകൊണ്ട് ആ പേഷ്യൻ്റെ കാര്യങ്ങൾ എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ആൻറ്റിസിപ്പേറ്ററി പ്രിസ്ക്രിപ്ഷൻ അടക്കം ഒരു കെയർ പ്ലാൻ അടക്കം ഉണ്ടാക്കുന്ന രീതിയിലോട്ട് നമുക്ക് എങ്ങനെ മാറാൻ പറ്റും എന്നുള്ളൊരു തോട്ട് ഫ്ലോ മാത്രം ഇട്ടുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. Thank you very much, all the panelists, Dr. Atul, Dr. Biju, Dr. Jose, Pradeep, and Vipin. Thank you once again.